കാലിക്കറ്റ് സർവകലാശാല BA മലയാളം സിലബസിൽ നിന്ന് റാപ്പർ വേടന്റെയും ഗായിക ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കാൻ വൈസ് ചാൻസലർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ. വേടന്റെ പാട്ടിൽ ആശയക്കുഴപ്പമുണ്ടെന്നും അത് പഠിപ്പിക്കുന്നത് അപകടമാണെന്നുമാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. അതേസമയം വേടൻ മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലെ BJP അംഗം AK അനുരാജ് പറഞ്ഞു. ഭൂമി വാഴുന്നിടം എന്ന ഗാനം 4ാം വർഷ ബിരുദ പാഠപുസ്തകത്തിൽ ചേർക്കുന്നതിനെതിരെയാണ് വിദഗ്ധ സമിതി ശുപാർശ നൽകിയത്. വേടന്റെ പാട്ട് പഠിപ്പിക്കാൻ യോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർക്കും സിൻഡിക്കേറ്റ് മെമ്പറായ AK അനുരാജ് പരാതി നൽകിയിരുന്നു. വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുടെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പിൻവലിക്കണം. ആശയപരമായി യോജിക്കാൻ കഴിയില്ലെന്നും കാമ്പുള്ള രചനകളാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുമാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. രാജ്ഭവനിൽ നിന്ന് ഇതിന്മേൽ നടപടിയെടുക്കാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് നിർദ്ദേശം വന്നു. ഈ പറഞ്ഞ പാഠഭാഗത്തിൽ അത് പഠിപ്പിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ ചെയ്തത്. ഡോക്ടർ MM ബഷീറിനെ ആയിരുന്നു പഠിക്കാൻ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹത്തിന് അല്പ ദിവസത്തെ സമയം നൽകി. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പാഠഭാഗം ഒഴിവാക്കണം എന്നാണ്. ഒന്നിലധികം കേസുകൾ നേരിടുന്ന വ്യക്തിയും രാസലഹരി പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന വേടന്റെ പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്നും VCക്ക് നൽകിയ കത്തിൽ സിൻഡിക്കേറ്റ് അംഗം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഗൗരി ലക്ഷ്മിയുടെ അജിതാഹരെ എന്ന ഗാനവും പാഠ്യപദ്ധതിയിൽ നിന്നും പിൻവലിക്കണമെന്നും ശുപാർശയുണ്ട്. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അനുരാജിന് ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും തന്റെ ലക്ഷ്യം വേടൻ മാത്രമാണെന്നും പറഞ്ഞു. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഫോക്കസ് വേടൻ മാത്രമാണ്. ഞാൻ ഗൗരി ലക്ഷ്മി വിഷയം ഉന്നയിച്ചിട്ടില്ല. എൻ്റെ പരാതി ഈ പറഞ്ഞ ഹിരൺദാസ് മുരളി എന്ന പാട്ട് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഗൗരി ലക്ഷ്മി എന്നുള്ള വിഷയം ഞാൻ ഉന്നയിച്ചിട്ടില്ല. എൻ്റെ വിഷയം ഹിരൺദാസ് മുരളിയുടെ ഈ വിവാദമായ പാട്ട് പഠിപ്പിക്കരുത് എന്നുള്ളതാണ്. വേടന്റെ പാട്ട് പാഠ്യവിഷയമാക്കുന്നതിൽ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് പഠിക്കാൻ വൈസ് ചാൻസലർ പ്രൊഫസർ രവീന്ദ്രൻ പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.